मुनिप्रौढारूढा जगति खलु गूढात्मगतयो भवत्पादाम्भोजस्मरणविरुजो नारदमुखाः. നാരദനെ പോലുള്ള മഹർഷിമാരൊക്കെ തന്നെ ഈ ലോകത്തിൽ അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. അവർ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് ഇന്ന് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത് ആ ഒരവസ്ഥയിലേക്ക് എനിക്ക് ഉയരാൻ കഴിയണം എന്നാണ്. അപ്പോൾ നാരദൻ്റെ ഒക്കെ കഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൂർവ്വജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്നു. ഒരു കഥയുണ്ട് ഭാഗവതത്തിൽ. ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാഃ കിമവരം. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിത ചേതസ ഔത്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദി ആസീന്മേ ശനൈർഹരി. കുറച്ചു നേരം ഭഗവാനെ ധ്യാനിച്ചപ്പോൾ ഭഗവാനെ സുന്ദരമായ രൂപത്തിൽ ഹൃദയത്തിൽ കാണാൻ കഴിഞ്ഞു. പക്ഷെ അധികം കാണാൻ പറ്റിയില്ല അത്രേ. രണ്ടാമത് വീണ്ടും ഭഗവാനെ കാണാൻ ശ്രമിച്ചപ്പോൾ ഒരാകാശവാണി കേൾക്കുകയാണ്. അങ്ങക്ക് ഈ ജന്മത്തിൽ എന്നെ കാണാൻ പറ്റുകയില്ല, അടുത്ത ജന്മത്തിൽ എല്ലായ്പ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കാം.